കൂടെയുള്ള വർഷം ആരാണ്, വർഷം എങ്ങനെയാണ് പരിചയം, പിന്നെ ആരാണ് കൂടെയുള്ളത്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതുപോലെ മോളെ സ്കൂളിലേക്ക് പോകാൻ ആരെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കമന്റാണ് വർഷ ആരാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് ഞാനും വർഷയും കൂടെയുള്ള വീഡിയോസ് കാണാറുണ്ട്. തൊട്ട അയൽവാസിയാണ് അദ്ദേഹത്തിനും. വർഷയ്ക്കും എൻ്റെ മോളുടെ അതേ പ്രായമുള്ള ഒരു മകളുണ്ട്, ദൈനു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ പ്രായമായത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു മകളോടുള്ള സ്നേഹം പലപ്പോഴും വർഷ ആമയോട് കാണിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ CP ഷിഹാബിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ബ്ലോഗുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അദ്ദേഹത്തെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് താനും. കാരണം അദ്ദേഹത്തിൻ്റെ വൈകല്യങ്ങളെയെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറികടന്നിട്ട് ലോകത്തിനൊരു മാതൃക കാണിച്ചു തന്ന ഒരു മനുഷ്യനാണ് CP ഷിഹാബ് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും അത്തരത്തിൽപ്പെട്ട വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ള ഏതായാലും ഒരു ഉത്തേജനമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ് ചെയ്ത് കൂടാൻ വേണ്ടി ശ്രമിക്കുക. പോകാൻ വീഡിയോയിലേക്ക്. അതിന് മുന്നേ CP ഷിഹാബിൻ്റെ വിവാഹ ബന്ധം വേർപെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മളായിരുന്നു ആദ്യമായിട്ട് ആ വീഡിയോ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ നമ്മെ കുറ്റം പറഞ്ഞിരുന്നു. അത്തരത്തിൽപ്പെട്ട ഒരു വാർത്തയില്ല എന്നും അത് വ്യാജമാണ് എന്നായിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞത്. പക്ഷേ അത് തീർത്തും 100% ശരിയാണ് എന്ന് CP ഷിഹാബ് തന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളായിട്ട് വന്ന് പറയുന്നതും നമ്മൾ കണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പറഞ്ഞിരുന്നു, ഞാൻ ജിമ്മിലൊക്കെ പോകുന്നത് വരെ ഈ ഷിഹാബിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ആരോഗ്യം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കി ചർച്ച ചെയ്ത് തീരുമാനിച്ച് ജീവിതത്തിലേക്ക് വന്ന ആളായിരുന്നു ആദ്യത്തെ ഭാര്യ. എന്നാൽ ആ ഭാര്യ വേർപിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കേട്ടതാണ്. എന്നാൽ അതെന്തുകൊണ്ടാണ് എന്നും ഇപ്പോൾ ഒപ്പരമുള്ള വർഷ എന്ന് പറയുന്ന കുട്ടിയെ കല്യാണം കഴിച്ചോ, നിങ്ങൾ ലിവിങ് ടുഗെദർ ആണോ, ഇവർ കാരണമാണോ ആദ്യ ഭാര്യ പോയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ CP ഷിഹാബിൻ്റെ ഈ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേർ കമൻ്റായിട്ട് ചോദിക്കാറുണ്ട്. അതിനെല്ലാമുള്ള ഒരു ഉത്തരം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് CP ഷിഹാബ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. അത്രമാത്രം ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ബ്ലോഗുകളും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകളെയും. തീർച്ചയായിട്ടും ഷിഹാബിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ മകൾ LKG ഇപ്പോൾ UKG പഠിക്കുന്ന മകൾ തീർച്ചയായിട്ടും ഷിഹാബിൻ്റെ കൂടെ നിൽക്കുമായിരുന്നില്ല. അത് ഉമ്മയുടെ കൂടെയായിരുന്നു പോവുക. പക്ഷേ മകൾ ഇപ്പോഴും ഷിഹാബിൻ്റെ കൂടെ സേഫാണ്. ആ മകൾ ആഗ്രഹിക്കുന്നത് ഷിഹാബിൻ്റെ കൂടെ ജീവിക്കാനാണ്. അവർക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ നോക്കാനും കൊണ്ട് നടക്കാനും എല്ലാം ഷിഹാബിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഷിഹാബ് പറഞ്ഞ ഒരു കാര്യം, മനസ്സിൽ തട്ടിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ആദ്യ ഭാര്യയൊക്കെ ഞാൻ പോകുന്ന വിദേശ ടൂറുകളിലെല്ലാം തന്നെ ഞാൻ കൊണ്ടുപോയിരുന്നു. കാരണം അവർക്ക് വിദേശ രാജ്യങ്ങളിൽ കാണാനും അതുപോലെ തന്നെ സംവദിക്കാനും എല്ലാമുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും എൻ്റെ പരിമിതികളുമായിട്ടും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാതെ വന്ന സമയത്താണ് ഞങ്ങൾക്ക് ഡിവോഴ്സിലേക്ക് പോകേണ്ടി വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോ കാണാം. അതിനുശേഷം വർഷ എന്ന് പറയുന്ന വ്യക്തി ആരാണ്, അവരുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടൊരു ക്ലാരിഫിക്കേഷനായിട്ട് നമുക്ക് ഷിഹാബിൻ്റെ വാക്കുകൾ കേൾക്കാം. പോകാം വീഡിയോയിലേക്ക്. ാണ് പ്രത്യേകിച്ച് എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടതും നമ്മുടെ കൂടെയുള്ള വർഷ എന്ന് പറയുന്ന കുട്ടി ആരാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിരന്തരം ചോദിക്കുമ്പോൾ ഇത് ഞാൻ ഓൾറെഡി 2 or 3 വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാകുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ കേട്ട ആളുകൾക്കൊരു ബോറായിരിക്കുമല്ലോ. ഇത്തരം കമന്റുകൾക്ക് നമ്മൾ റീപ്ലൈ കൊടുക്കാതിരിക്കുമ്പോൾ പലരും അതിൻ്റെ താഴെ അവരുടെ സ്വന്തമായ തോന്നലുകളും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെയുള്ള ആളുകൾക്കൊരു നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് വീഡിയോ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഞാനും വൈഫും ഒരുമിച്ചല്ല, നമ്മൾ വിവാഹം കഴിഞ്ഞത് മുതൽ അറിയാലോ ഒരുപാട് പരിമിതികളുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ അതിജീവിച്ച് പതിയെ ജീവിക്കാം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. കുറെ കമന്റ്സ് കണ്ടു, എന്തിനാണ് അവർ ഒഴിവാക്കിയെന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ ഒരിക്കലും ഒരാളെ വിവാഹം ചെയ്യുന്നത് അവർ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. പക്ഷെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരം നിർബന്ധിത അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നതാണ്. അതൊരിക്കലും നമ്മൾ സാമ്പത്തികമായിട്ട് നല്ല നിലയിലെത്തുമ്പോൾ ഒരാൾ ഉപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ കുറെ കാലം ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് അയാളെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതോ ആയിരിക്കില്ലല്ലോ. നമുക്ക് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഉറപ്പാകുമ്പോഴാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വേറൊരു വ്യക്തികളുടെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ വേറെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞങ്ങൾ സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഓർത്താൽ മനസ്സിലാവും, മോൾ എൻ്റെ കൂടെയുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഓക്കെ അല്ലാത്തതാണെങ്കിൽ ഒരിക്കലും മോൾ എൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ മോളെ നമ്മൾ ഒരിക്കലും നിർബന്ധിച്ച് കൂടെ നിർത്തുന്നതല്ല, മോള് സന്തോഷത്തോടു കൂടി നിൽക്കുന്നതാണ്. മാത്രമല്ല വെക്കേഷനൊക്കെ ആകുന്ന സമയത്ത് ഞാൻ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് മോളെ അങ്ങോട്ട് വിടാറുണ്ട്. വൈഫിൻ്റെ കൂടെ മോൾ നിൽക്കാറുണ്ട്.
അത് മോൾക്കൊരിക്കലും മദറിന്റെ സ്നേഹം നഷ്ടപ്പെടേണ്ടെന്ന് കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും മാക്സിമം ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയും നിരന്തരം നിങ്ങൾ ഇതേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഷിഹാബ് പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. ഏതായാലും ഒരാളെ ഒഴിവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരെയും വിവാഹം കഴിക്കില്ല. ഷിഹാബ് പറഞ്ഞ കാര്യം 100% സത്യമാണ്. പിന്നെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ട് ഒരു ലെവലിലെത്തിയ ശേഷം അവരെ തട്ടിയതാണ് എന്ന രീതിയിലും അത് ഷിഹാബിൻ്റെ അഹങ്കാരമാണ് എന്ന രീതിയിലൊക്കെ ചില കമൻറ്റുകൾ നമുക്കും വന്നിരുന്നു. പക്ഷേ അതൊന്നും ഒരിക്കലും സത്യമല്ല. ഷിഹാബ് അദ്ദേഹത്തിൻ്റെ പരിമിതികളെ 100% ഉൾക്കൊള്ളുന്ന മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നും എനിക്ക് ഇന്ന വൈകല്യങ്ങൾ ഉണ്ട് എന്നും അത് 100% ഒന്നുകൂടി ചിന്തിക്കണമെന്നും കല്യാണമായി കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യ ഭാര്യയോട് പറഞ്ഞൊരു മനുഷ്യനാണ് ഷിഹാബ്. പിന്നെ ഷിഹാബ് പറഞ്ഞ ഏറ്റവും വലിയ ഒരു വാക്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ എന്നാണോ നിങ്ങൾക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ വെച്ച് നമുക്ക് 2 നല്ല ഫ്രണ്ട്സായിട്ട് പിരിയാമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കൂടിയാണ് ഷിഹാബ്. അദ്ദേഹത്തെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഏതായാലും ആ ഒരു കാര്യം കൊണ്ട് ഇപ്പോഴും അവർ ഭാര്യയുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മകളുടെ കാര്യം വരുന്ന സമയത്ത് മകൾക്ക് സ്കൂൾ ലീവും മറ്റു കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന സമയത്ത് ഉമ്മയുടെ സ്നേഹം കിട്ടണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഷിഹാബ് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ കുട്ടിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവിടാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഏതായാലും ആദ്യ ഭാര്യയുമായിട്ടുള്ള വിവാഹം ഇപ്പോൾ തീർച്ചയായിട്ടും നിലനിൽക്കുന്നില്ല. അവർ അവരുടെ വീട്ടിലും ഷിഹാബിൻ്റെ വീട്ടിലുമാണ്. പക്ഷേ എന്തുകൊണ്ട് തന്നെ ആയാലും അവർക്ക് ഷിഹാബിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ വിവാഹം ഏർപ്പെട്ടത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഷിഹാബ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനും അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി ചെയ്യാനും ആ സഹോദരിയെ ജീവിതത്തിലെ യാത്രയിലെല്ലാം തന്നെ കൂട്ടാനും എല്ലാത്തിനും ഷിഹാബ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതായാലും ഈ ബന്ധങ്ങൾ വേർപിരിച്ചതിന് ശേഷം ഷിഹാബിൻ്റെ കൂടെ നമുക്ക് വീഡിയോയിലായാലും അതുപോലെ തന്നെ മകളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഔട്ടിങ്ങിന് പോകുന്ന സമയത്തൊക്കെ ആയാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ വർഷ എന്ന് പറയുന്നത്. ഈ വർഷ ആരാണ്, അവരെ കല്യാണം കഴിച്ചോ ലിവിങ് ടുഗദർ ആണോ എന്നൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ഷിഹാബ് പറഞ്ഞതാണ് എങ്കിലും പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല. അപ്പോൾ 100% അദ്ദേഹം പറയുന്നു ഈ വർഷ എന്ന് പറയുന്ന വ്യക്തി ആരാണ്. നമുക്ക് നോക്കാം ഷിഹാബിൻ്റെ വാക്കുകളിലൂടെ. ഓക്കെ, പിന്നെ സ്ഥിരമായിട്ട് വരുന്ന വേറൊരു കമന്റാണ് കൂടെയുള്ള വർഷ ആരാണ്, വർഷ എങ്ങനെയാണ് പരിചയം, പിന്നെ ആരാണ് കൂടെയുള്ളത്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതുപോലെ മോളെ സ്കൂളിലേക്ക് പോകാൻ ആരെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കമന്റാണ് വർഷ ആരാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് ഞാനും വർഷയും കൂടെയുള്ള വീഡിയോസ് കാണാറുണ്ട്. ഞാൻ ഇതുപോലെ കുറേ ആളുകളുടെ കൂടെ സെലിബ്രിറ്റീസിന്റെ കൂടെയുള്ള വീഡിയോസ് നിങ്ങൾ കാണാറുണ്ട്. കുറേ പരസ്യങ്ങളുടെ ഷൂട്ടുകൾ നിങ്ങൾ കാണാറുണ്ട്. ഇതൊക്കെ ഒരിക്കലും എനിക്ക് പേഴ്സണലി ഭയങ്കര ബന്ധമുള്ള ആളുകളല്ല. വീഡിയോയുടെ ഭാഗമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഓരോ ഷൂട്ടിങ്ങുകൾ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരിക്കലും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലല്ലോ. അപ്പോൾ അതുപോലെ വർഷ എന്ന് പറയുന്ന ഒരു കുട്ടി എനിക്ക് പരിചയമുള്ളതാണ്. നമ്മൾ തൊട്ട അയൽവാസിയാണ്. അദ്ദേഹത്തിനും വർഷയ്ക്കും എൻ്റെ മോളുടെ അതേ പ്രായമുള്ളൊരു മകളുണ്ട്, ദൈനു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ പ്രായമായത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു മകളോടുള്ള സ്നേഹം പലപ്പോഴും വർഷ ആമയോട് കാണിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അയൽവാസി തൊട്ടടുത്തുള്ള ഒരാൾ എൻ്റെ മോളും അവരുടെ മോളും ഒരുമിച്ചാവുമ്പോൾ, ഒരേ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഒരു ബന്ധം നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാ ആളുകളും നമ്മൾ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന ആളുകളല്ലല്ലോ. ഒരാൾ നമ്മുടെ സ്നേഹത്തോടു കൂടി നമ്മുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ വർഷയുടെ മകളും ആമയും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് അവർ കൂട്ടാൻ ഒരുമിച്ച് പോകുന്നതും എപ്പോഴെങ്കിലൊക്കെ അവരുടെ കൂടെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നതൊക്കെ ഒരു വേണ്ടാത്ത രീതിയിൽ ഉദ്ദേശം ഇതുകൊണ്ടോ ഒരു പ്രണയമായതുകൊണ്ടോ എൻ്റെ ഭാര്യ ആയതുകൊണ്ടൊന്നല്ല. ഞാൻ പറയാൻ കാരണം, ഈ കമന്റൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭാര്യയാണോ വിവാഹം കഴിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓൾറെഡി ആളുകൾ അത് തീരുമാനിക്കണം വൈഫാന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ എന്നെ സഹായിച്ച ആളുകളൊക്കെ എൻ്റെ ഭാര്യ ആവണം. എനിക്ക് ഒരുപാട് പേരെ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് നിങ്ങളോട് പരിചയപ്പെടുത്തേണ്ടി വരില്ലേ. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോളുടെ കാര്യങ്ങൾ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് പറ്റുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അതെനിക്ക് എൻ്റെ അയൽവാസി, അതുപോലെ ഇപ്പോൾ വർഷ എന്ന് പറയുന്ന കുട്ടിക്ക് എൻ്റെ മകളുടെ പ്രായമുള്ളൊരു മകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കൂടുതൽ നന്നായിട്ട് എൻ്റെ മോളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും എൻ്റെ മോളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിലായിക്കോട്ടെ, എന്നെ അടുത്തറിയുന്ന ആളുകൾക്കൊക്കെ ആയിക്കോട്ടെ, ഏത് സാഹചര്യത്തിലാണ് വർഷ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ വർഷ എന്ന് പറയുന്നത് ഷിഹാബിൻ്റെ അയൽവാസിയാണ്. ഷിഹാബിൻ്റെ മകളുടെ അതേ പ്രായമുള്ള ഒരു കുട്ടി ഈ വർഷയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഷിഹാബിന് ഒരു താങ്ങും തണലുമായിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്തെല്ലാം അവർ ഒരു പ്രൊഫഷൻ എന്ന നിലയ്ക്ക് ഷിഹാബിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മൾ ഇത്തരത്തിൽപ്പെട്ട കമൻറ്റുകളൊക്കെ എഴുതുന്ന സമയത്ത് ഷിഹാബ് പറഞ്ഞതുപോലെ ഈ സ്ത്രീയും ചിലപ്പോൾ ആലോചിക്കും, ഞാൻ ഇത്തരപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവസാനം ഒരു ദുഷ്പേര് കേൾപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ഹെൽപ്പ് കൂടി ഇല്ലാതായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്തരത്തിൽപ്പെട്ട കമൻ്റ് ഇടുന്ന ആൾക്കാർ ദയവ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരാളുടെ ജീവിതത്തിൽ കയറിയിട്ടാണ് അഭിപ്രായം പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അതൊക്കെ നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടതുമാണ്. പക്ഷേ ഷിഹാബിൻ്റെ ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളും കാര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ആ സഹോദരി എന്തായാലും കാണും, അവരാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. അതുപോലെ തന്നെ മകളുടെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സഹായങ്ങൾ ആ സഹോദരി ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ ത്യാഗം കൂടിയാണ്. അതുകൊണ്ട് നമ്മളെ ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ഷിഹാബിന് കിട്ടുന്ന സ്നേഹമോ അല്ലെങ്കിൽ പരിചരണമോ ആ സഹായമോ ഒന്നും ഇല്ലാതായി പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട് എങ്കിൽ ദയവ് ചെയ്തിട്ട് അത്തരത്തിൽപ്പെട്ട കമൻറ്റുകളൊന്നും തന്നെ എഴുതി അയക്കാതിരിക്കുക. ഷിഹാബ് പറഞ്ഞതുപോലെ അങ്ങനെ സഹായിക്കുന്നവരെയൊക്കെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഷിഹാബ് ഈ ജീവിതകാലം മുഴുവൻ ഒരുപാട് സ്ത്രീകളെ കല്യാണം കഴിക്കേണ്ടിയിരുന്നു. കാരണം പഠിക്കുന്ന കാലം തൊട്ടേ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ചോറ് വാരി കൊടുത്തും അദ്ദേഹത്തിൻ്റെ വണ്ടിയിലേക്ക് കൊണ്ടൊക്കെ ഇരുത്തി കൊടുത്തിട്ടും ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പരിമിതികളെ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് സഹായിക്കുന്നതാണ്. അതെല്ലാം നമുക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്ന ഒരു കുട്ടി ഇനിയും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ. ഇനി അതുമല്ല, തീർച്ചയായിട്ടും ആദ്യ ഭാര്യ വേർപിരിഞ്ഞുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിയമപരമായിട്ട് ഇപ്പോഴും ഡിവോഴ്സ് അല്ല. ഇനി അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള ഒരു മനസ്സ് പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അവരുടെ ജീവിതമാണ്, തീർച്ചയായിട്ടും അവരാണ് അതിലൊക്കെ തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് ഒരു മറുപടി പറയേണ്ടതും ഒരു ഡിസിഷൻ എടുക്കേണ്ടതും. പിന്നെ ഈ പരിമിതികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഞാൻ വരുന്നത് എന്ന സഹോദരി പറയുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇതുവരെ തുറന്നു പറച്ചിലുമായിട്ട് സഹോദരിട്ട് വന്നിട്ടുമില്ല. അതുകൊണ്ട് രണ്ട് ഭാഗവും കേൾക്കാത്ത സ്ഥിതിക്ക് നമുക്ക് 100% എന്താണ് പ്രശ്നമെന്ന് നമുക്കിട്ട് മനസ്സിലാക്കാനും പറ്റില്ല. ഏതായാലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വർഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവും അതുപോലെ തന്നെ ആദ്യ ഭാര്യയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നവും ഇവിടെ തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞതുപോലെ ആദ്യ ഭാര്യ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. നമ്മൾ പറഞ്ഞത് കള്ളത്തരമല്ല എന്ന് തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്തത്. തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ ഇനിയും ഒരുപാട് ഉദ്ഘാടനങ്ങളും ഒരുപാട് പരിപാടികളും ഒരുപാട് പ്രോഗ്രാമുകളും എല്ലാം നമ്മുടെ ഷിഹാബിന് കിട്ടട്ടെ. അദ്ദേഹത്തിന് പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഇനിയും പണ്ടത്തെക്കാട്ടിലും ഹാപ്പി ആയിട്ട് നമുക്ക് ബ്ലോഗിലൂടെയും മറ്റ് വീഡിയോകളിലൂടെയും എല്ലാം കാണാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ഒരു മുള്ള് കാലിന് കുത്തിയാൽ പോലും ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ പകുതിയും അല്ലെങ്കിൽ അതിലധികവും. ഏതായാലും ഷിഹാബിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് സ്വന്തം ജീവിക്കാനുള്ള പൈസയെങ്കിലും സമ്പാദിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. പടച്ച റബ്ബിനോട് നമുക്ക് 100 പ്രാവശ്യം ശുക്ർ പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. കാരണം ഇത്തരത്തിൽപ്പെട്ട ചെറിയ അംഗവൈകല്യങ്ങളൊക്കെ സംഭവിച്ച് വീട്ടിലിരുന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും ചിലവിലാണല്ലോ ജീവിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് തളർന്നിരിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കേരളത്തിലുണ്ട്. അത്തരത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരു ആത്മവിശ്വാസം പകരാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് സാധിക്കും. ദയവ് ചെയ്ത് അത് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തണമെങ്കിൽ ഞങ്ങളെപ്പോലെ ചാനൽ നിങ്ങൾ സബ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു ഹൈപ്പ് കൂടി കൊടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.